അടിയന്തരാവസ്ഥ കറുത്ത അധ്യായമെന്ന് പരാമർശിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായിരുന്നു അടിയന്തരാവസ്ഥ. രാജ്യത്തിന്റെ ആത്മാവിലെ ദേശീയത അടിയന്തരാവസ്ഥയെ ജയിച്ചുവെന്നും രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് ദ്രൗപദി മുർമു അടിയന്തരാവസ്ഥ സംബന്ധിച്ച് പരാമർശിച്ചത്. രാജ്യചരിത്രത്തിലെ കറുത്ത നാളുകളാണ് അടിയന്തരാവസ്ഥ. ജനാധിപത്യത്തിനുമേൽ നേരിട്ടുള്ള ആക്രമണമായിരുന്നു അന്ന് നടന്നത്. ആത്മാവിലെ ദേശീയതയുടെ ശക്തിയിൽ രാജ്യം ആ കറുത്ത കാലത്തെ ജയിച്ചുവെന്നുവെന്നും അവർ പറഞ്ഞു. 27 जून है, 25 जून 1975 को लागू हुआ आपातकाल संविधान पर सीधे हमले का सबसे बड़ा और काला अध्याय था. तो पूरे देश में हाहाकार मच गया था, लेकिन ऐसी असंवैधानिक ताकतों पर देश ने विजय प्राप्त करके दिखाया, क्योंकि भारत के मूल में गणतंत्र की परंपराएं रही है. मेरी सरकार भी भारत के संविधान को सिर्फ राजकाज का माध्यम भर नहीं मानती, बल्कि हमारा संविधान जन चेतना का हिस्सा हो, इसके लिए हम प्रयास कर रहे हैं. മന്ത്രിസഭ പോലും അറിയാതെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയത്. അർദ്ധരാത്രി മുൻപിൻ നോക്കാതെ ഇന്ദിരയുടെ നിർദ്ദേശത്തിനനുസരിച്ച് അന്നത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. ബാത്ത് ടബിൽ കിടന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന പരിഹാസം അന്ന് മാധ്യമങ്ങൾ നിരത്തുകയും ചെയ്തു. ശങ്കേഴ്സ് വീക്കിലിയിലാണ് ആ കാർട്ടൂൺ അച്ചടിച്ചു വന്നത്. ജനാധിപത്യം അടിസ്ഥാനശിലയായ ഭരണഘടന നിശബ്ദമാക്കപ്പെടുമ്പോൾ പ്രതികരിക്കാതിരുന്ന പ്രസിഡന്റ് എന്ന ആക്ഷേപത്തിൽ നിന്നും കാലത്തിന്റെ മാറ്റത്തിന് സാക്ഷിയായി ദ്രൗപദി മുർമുവിന്റെ വാക്കുകൾ. പ്രസംഗത്തിൽ അടിയന്തരാവസ്ഥ പരാമർശിച്ച് ഭരണഘടനയുടെ അന്തിമ സംരക്ഷകയാണെന്ന് തെളിയിക്കുക കൂടിയായിരുന്നു രാഷ്ട്രപതി. നാഷണൽ ഡെസ്ക്, ജനം.